പത്തനംതിട്ട റാന്നിയിൽ കാർ കലുങ്കിലിടിച്ച് കയറിയ അപകടം. കലുങ്കിന് സമീപം ഇരുന്ന 2 യാത്രക്കാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. നന്ദുഷ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. നന്ദുഷ, എപ്പോഴായിരുന്നു ഈ അപകടം? മറ്റു വിവരങ്ങൾ? അജി, ഇന്ന് ഉച്ചയോടുകൂടി ഉണ്ടായ അപകടത്തിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. റാന്നി വാളിപ്ലാക്കൽ ജംഗ്ഷന് സമീപമുള്ള നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന ഒരു കേന്ദ്രത്തിൻ്റെ തൊട്ട് മുൻപിലായിരുന്നു ഈ 2 പേർ ഇരിക്കുന്നത്. അവർക്ക് മുൻപിലായി ഒരു കലുങ്കും ഉണ്ടായിരുന്നു. റാന്നി ഭാഗത്തു നിന്നും പത്തനംതിട്ട ടൗണിലേക്ക് വരികയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് ഈ കലുങ്കിലേക്ക് അതിശക്തമായി ഇടിച്ചു കയറിയത്. ഒരുപക്ഷെ ആ കലുങ്ക് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ആ 2 പേർക്ക് മുകളിലേക്കായിരുമായിരുന്നു കാർ പാഞ്ഞു കയറുക എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. വളരെ വലിയ ഒരു പരിക്കിലേക്കോ അതല്ലെങ്കിൽ ജീവഹാനി വരെ എത്തിയേക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്കോ ഒക്കെ പോകേണ്ടിയിരുന്ന ഒരു അപകടമാണ് ഇപ്പോൾ ഈ കലുങ്കും ഉള്ളതുകൊണ്ട് മാത്രം ഗതി മാറിപ്പോയിരിക്കുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി പോലീസ് പറയുന്നത്. നമുക്കറിയാം, മഴയൊക്കെയാണ്, അതുകൊണ്ട് തന്നെ റോഡൊക്കെ നനഞ്ഞ് തെന്നുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്താലൊന്നും വാഹനങ്ങൾ നിൽക്കില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ആക്സിഡൻറ്റും ഉണ്ടായത്. എന്തായാലും വളരെ വേഗതയിൽ വന്ന ഒരു കാറാണ് ആ 2 പേർക്ക് തൊട്ടു മുൻപിലുള്ള കലുങ്കിൽ ഇടിച്ചു നിന്നത്. അവർ ആ നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന കേന്ദ്രത്തിൽ വന്നവരായിരുന്നു. അവർ ലോഡ് കയറ്റാനായി വന്നിട്ട് ലോഡ് ചെയ്യുന്ന, അതായത് എംസാൻഡോ മറ്റോ ലോഡ് ചെയ്യുന്ന ആ സമയത്ത് ആ കലുങ്കിന് തൊട്ടടുത്ത് വിശ്രമിക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനൊരു അപകടമുണ്ടായത്. വലിയ ഭാഗ്യം കൊണ്ടാണ് ആ 2 പേരും രക്ഷപ്പെട്ടതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. കാറിനുള്ളിൽ ഒരാളായിരുന്നു ഉണ്ടായിരുന്നത്. അയാൾക്കും വലിയ പരിക്കുകളൊന്നും ഏൽക്കാതെ രക്ഷപ്പെട്ടു എന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അജി, ശരി, നന്ദുഷയാണ് വിവരങ്ങൾ നൽകിയത്.